കൃഷ്ണപ്രിയ, കളക്ടറുമായുള്ള ചർച്ചയിൽ കഴിഞ്ഞ മാസം 30-ന് തന്നെ ആദ്യം പ്രതികരണങ്ങൾ. മനുഷ്യരുടെ ജീവൻ ആര് തരും? ഞങ്ങൾ ഇത്രയും വെയിലത്തിരിക്കണം. കണ്ട ആരൊക്കെയാണ് വെയിലത്തിരിക്കണം? ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ വന്ന് ഈ വെയിലത്തിരിക്കണം. നിങ്ങൾ പറയോ ഞങ്ങളുടെ ജീവന് സമാധാനം? ആര് പറയും ഞങ്ങളുടെ ജീവന് സമാധാനം? ഞങ്ങൾക്ക് ജീവൻ വേണം. ഞങ്ങളുടെ ജീവൻ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഞങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിച്ചേ പറ്റുള്ളൂ. കലക്ടർ ഒളിച്ചിരിക്കണേണ്. കലക്ടറിന് ഇറങ്ങാൻ പറ്റില്ല. കലക്ടർ 18-ാം തീയതി ഞങ്ങളെ പറ്റിച്ച്. ഞങ്ങളുടെ കാശ് എവിടെ പോയി? ആരുടെ പോക്കറ്റിൽ പോയി? പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മാന്തിയില്ലേ? പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മാന്തിയില്ല എല്ലാരും കൂടി. ഈ 9.5 കോടി പാസ്സായി. എവിടെ പോയി 9.5 കോടി? ആരുടെ പോക്കറ്റിൽ പോയി? അത് ഞങ്ങൾക്ക് അറിയണം. ഞങ്ങളിത് അറിഞ്ഞിട്ടേ ഇവിടുന്ന് പിന്മാറുള്ളൂ. ഞങ്ങൾ പോണ പ്രശ്നമില്ല. ഞങ്ങളിൽ ഒരാൾ മരിച്ചാലും ഇവിടെ കിടന്ന് മരിക്കും. ഞങ്ങൾ പോകൂല. ഇതിനൊരു തീരുമാനം ഉണ്ടാകാണ്ട് ഞങ്ങൾ പോകൂല. ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കും. നിങ്ങൾ ആംബുലൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പത്രക്കാർ തരിക. ഞങ്ങൾ ഇവിടെ കിടക്കും. മരിക്കുന്നവരെ സമരം ചെയ്യും. ഇത് എന്റെ അവകാശമാണ്. എന്റെ മണ്ണിൽ ജീവിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സേതുലക്ഷ്മി, അതിവൈകാരികമായി തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. വെളുപ്പിനെ 3 മണി മുതൽ ഇവർ ഇവിടെ വന്നിരിക്കുന്നതാണ്. തീർത്തും ഗതികെട്ട് അല്ലെങ്കിൽ സഹികെട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടിലായി തന്നെയാണ് ഈ ഒരു 60ഓളം കുടുംബങ്ങൾ ഇവിടെ ഈ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി, ഏകദേശം 10-20 വർഷത്തോളമായി അനുഭവിക്കുന്ന ആ ഒരു ദുരിതം, അതിന്റെ ഒരു പാരമ്യത്തിലെത്തിയ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇവരുടെ ഈ ഒരു പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഒരുപാട് തവണ കളക്ടറുമായും അതുപോലെ തന്നെ മറ്റ് MLA-മാരും മറ്റ് അധികൃതരുമായി എല്ലാം ചർച്ച നടത്തിയിട്ടും എന്തുകൊണ്ട് തങ്ങൾക്ക് ഈ താന്തോണത്തുരുത്തിന് ചുറ്റും ഒരു ഔട്ടർ ബണ്ട്, തങ്ങൾക്ക് സ്വൈര്യമായി കിടന്നുറങ്ങാൻ പാകത്തിൽ ഒരു ഔട്ടർ ബണ്ട് എന്തുകൊണ്ട് ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവരുടെ ചോദ്യം. ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. സ്ത്രീകളും ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. രാത്രിയിലെല്ലാം വീടുകളിൽ വെള്ളം കയറിയാൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അതുപോലെ തന്നെ കൈക്കുഞ്ഞുങ്ങളുമായി അടക്കമാണ് ഇവർ ഈ പുലർച്ചെ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ ഈ പൊള്ളുന്ന വെയിലിലും ഇവർ ഈ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഈ സമരം ഇരിക്കുകയാണ്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ചേട്ടാ, ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ സമരം? നിങ്ങൾ വെളുപ്പിനെ മുതൽ ഇവിടെ വന്നിരിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ഈ പ്രതിഷേധം എങ്ങനെ കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രതിഷേധം ഞങ്ങൾ പല പ്രാവശ്യമായി ഇവിടെ ഇടക്കിടക്ക് വെള്ളം പൊന്തിയിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടി വരുന്നത്. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയാൽ വീണ്ടും വരേണ്ടി വരും. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോണില്ല. ഞങ്ങൾ ഈ അവിടുത്തെ ഫണ്ട് പാസ്സായി കിടക്കണ 6 കോടി രൂപ കോൺട്രാക്ട് വർക്ക് വരെ എടുത്തിട്ടുണ്ട്. ആ വർക്ക് അവിടെ തുടങ്ങിയാലേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകണുള്ളൂ. അതല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വർക്ക് തുടങ്ങണമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് എഴുതി തരണം. അനുമതി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്? മാത്രം CRS അനുമതി മാത്രം മതി. അത് വർഷം കുറെ ഇതിന്റെ പുറകെ ഞങ്ങൾ നടക്കണത്. ഇപ്പൊ ഞങ്ങളുടെ വീടുകളൊക്കെ നശിഞ്ഞ്, ഞങ്ങളുടെ ഗൃഹോപകരണങ്ങളൊക്കെ നശിഞ്ഞ്, പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റില്ല. അവരുടെ പുസ്തകങ്ങളൊക്കെ നശിച്ചു. ഇനി ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല. ഞങ്ങൾ മരണം വരെയും ഈ സമരം ഞങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ കിടക്കും. അതല്ലെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാം, ഞങ്ങളെ ജയിലിലടക്കാം. അതല്ലാതെ ഞങ്ങൾ പോകില്ല ഇവിടുന്ന്. ഇപ്പോൾ ഈ ജിഡ അധികൃതരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ? ജിഡ അധികാരികൾ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല. ആരും തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇതുവരെ ഞങ്ങൾ ആരും സമീപിച്ചിട്ടില്ല. MLA ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായി. പുള്ളി നേരത്തെയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇതിനൊരു തീരുമാനം വേണ്ടേ? ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങൾ നികുതി അടക്കണവരല്ലേ. കളക്ടർ ചെയ്തു എന്നാണോ പറയുന്നത്? കളക്ടർക്കാവുന്നത് ചെയ്തു എന്നാണോ അദ്ദേഹം പറയുന്നത്? കളക്ടറുടെ ഭാഗത്തുനിന്ന് എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് കളക്ടർ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ എങ്കിലും ഒരു തീരുമാനത്തിലെത്തണ്ടേ? ഞങ്ങൾക്കത് കളക്ടർ ഇടപെട്ടിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട്. പക്ഷെ ഇതൊരു തീരുമാനത്തിലെത്താത്തത് എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ള കളികൾ എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയണം. അതാണ് ഞങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഞങ്ങൾ പാലമില്ല, മറ്റു യാത്രാ സൗകര്യമൊന്നുമില്ല. ആകെ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ. ഇന്നും വഞ്ചിയിലാണ് നടക്കണം. ഈ മെട്രോ സിറ്റിയിൽ ഈ തൊട്ടടുത്ത് കിടക്കണ 300 മീറ്റർ മാത്രം ദൂരമുള്ള ഈ ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് ദ്വീപാണിത്. ആ ദ്വീപിലുള്ള ഈ സാധാരണപ്പെട്ട ആളുകൾ ഇന്നും 50 വർഷം പുറകിലാണ് ജീവിക്കണം, വഞ്ചിയിൽ യാത്ര ചെയ്ത്. ഈ ടൗണിൽ കിടക്കുന്ന ആൾക്കാർ കൊടുക്കണം അതേ നികുതി തന്നെ ഞങ്ങളും കൊടുക്കണം. ഇതിനുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കുണ്ട്. SC ST ധീവര സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ആൾക്കാർ അവിടെ കിടക്കണം. ഇന്ന് വരെ വലിയൊരു ഗവൺമെന്റ് അങ്ങോട്ട് ഒരു വലിയ വികസനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഔട്ടർ ബണ്ട് നിർമ്മാണം തുടങ്ങിയാൽ മാത്രമേ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. മാത്രമേ ഇവിടുന്ന് പോവുള്ളൂ. എന്ന് വെച്ചാൽ കോൺട്രാക്ടർ വർക്ക് എടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ് വർക്ക് ഫയൽ ആൻഡ് സ്ലാബാണ് പാസ്സായേക്കണം. അത് കൊണ്ടുവരേണ്ട റൂട്ട് വരെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്.
അപ്പോൾ വർക്ക് തുടങ്ങാമല്ലോ എത്രയും പെട്ടെന്ന്. ഇവിടെ CRS ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് CRS? ഇവിടെ ഈ നമ്മുടെ ഈ പുറകിൽ കാണുന്ന ജിഡയുടെ ഓഫീസ് എന്ത് CRSന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പണിതേക്കണം? ഈ മാളിക പോലെയുള്ള കെട്ടിടങ്ങൾ പണിതേക്കണം. ഇവർക്കൊന്നും ഇല്ലാത്ത നിയമം ഞങ്ങൾക്ക് എന്താണ്? ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആളില്ലാഞ്ഞിട്ടല്ലേ?